ഹായ് ഹലോ ഒന്ന് നോക്കൂ. ഹായ് ഹലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. 2025 തുടങ്ങിയിട്ട് ഫസ്റ്റ് ഒരു ട്രാവൽ പ്ലാൻ ഉണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ അത് മാത്രമല്ല, വേറൊരു സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ എസ്ലിൻ ബേബി വന്നിട്ടുണ്ടായില്ലല്ലോ. അപ്പൊ അവൾ അഡ്മിറ്റ് ആയിരുന്നു അവിടെ. പക്ഷെ ഇന്ന ആള് വരുന്നുണ്ട്. ഓക്കെ, ഞങ്ങളെല്ലാരും ആളെ എടുക്കാൻ പോവാണ്. വാപ്പയാണെങ്കിൽ ഓരോരുത്തരെ ജാഥ പോലെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ റഷീഖിനെ വിളിച്ചു വരുത്തി, എന്നെ വിളിച്ചു വരുത്തി, ആറ്റവേനെ വിളിച്ചു വരുത്തി. എല്ലാരും കൂടി എസ്ലിൻ മാത്രല്ല, കേക്കും വരുന്നുണ്ട്, ബ്രദറും വരുന്നുണ്ട്. അപ്പൊ എല്ലാരെയും നമ്മൾ പോയി പിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ എന്തായാലും പോട്ടെ. ഇതുവരെ റേഞ്ച് കിട്ടിയില്ല, അതാണ് ഏറ്റവും വലിയ കോമഡി. ഞാൻ ധൃതി കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തോ എത്തി അവരവിടെ വെയിറ്റ് ചെയ്യുമായിരിക്കും. അത് എന്തായാലും പോവാ, അതായിരിക്കും ഈ വീഡിയോ വിശേഷങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഒരു ഇതിന് ഞാൻ ഓടിക്കുന്ന മാത്രം വിശ്വാസമല്ല, സത്യം. അങ്ങനെ നമ്മളൊരു വിധത്തിലെത്തി. അവ നമ്മളെക്കാളും മുന്നേ എത്തിയൊക്കെ ആ ഡാഡി വൈറ്റ് കുർത്ത കണ്ട അവിടെ. അങ്ങനെ ഞാൻ ചൊല്ലില്ലല്ലോ. അതും ശരിയാണ്. എന്താ പരിപാടി നടക്കുന്നുണ്ട് അവിടെ. അവിടെ കണ്ട എന്താ പരിപാടിയൊക്കെ നടക്കും. കേറിക്കോ. കപ്പളത്തിപ്പോയിട്ടോ? ഏത് ഏത് ഡാഡി ഞങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചു. ആ വേണ്ട വേണ്ട. അപ്പോ എത്തിയിട്ടുണ്ട് ബ്ലാക്ക് മെർലി. അതിലല്ല, ഇതിലാന്ന് പറഞ്ഞു. ദൂരെ ഒരു സംഭവം ഇല്ലേ, ദിസ് വൺ അതാണ് കേട്ടോ. റപ്പു എന്നെ ആരെളിപ്പാമനെ, റപ്പൂസ് ആരെളിപ്പാമനെ, ആരെളിപ്പാമനെ. എജിലിനെ ഇവൻ അത്രയും കാര്യമാക്കുന്നുണ്ട്. പക്ഷെ അവള് വരുമ്പോ കാണിച്ചു തരാട്ടോ അവളുടെ പുച്ഛം. ഒരുപാട് പേര് വരുന്നു. നമുക്ക് നാളെ വേറൊരു ട്രിപ്പ് ഉണ്ട്, അതിനാണ് മോനെ എതിലിനും വേണ്ടി വെയിറ്റിംഗ്. ശരിക്കും 2 ബോട്ട് ജോയിൻ ചെയ്ത പോലെ ഉണ്ടല്ലേ.
രണ്ട് ജുബക്കാരൻ ജുബ മീൻസ് ജുബ. എസിലി മൈൻഡ് ചെയ്യല്ല. ഞാൻ ചൊല്ലിനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതായാലും പോച്ചു വൈലോ അങ്ങ് വരാക്കി. ഇത് കൊച്ചില്ലല്ലോ, നമ്മളെ നാടിന്റെ ഇത് മേമ ഞങ്ങളെ കുഞ്ഞിക്ക് എടുത്ത ഓരോരോ സാധനം കണ്ട നെട്ടി. പിന്നെ എന്താണ് ലോലി ലോലി കളിയുണ്ട്. വേണമെങ്കിൽ റപ്പുരി കൂടി ഇറക്കിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വൻ വിശേഷങ്ങള് ഉമ്മമ്മ കാത്തുളച്ചിനെ ഇതിലിൻ ബേബിയെ സർപ്രൈസ് സർപ്രൈസ്. ഉമ്മമ്മ ഉമ്മമ്മ അവിടെ ലച്ചിനെ എന്നെ നോക്കണ്ടേ? താങ്ക് യു. എന്നിട്ട് അങ്ങനെ നമ്മൾ വൈകിട്ട് ഇങ്ങോട്ടൊക്കെ കേട്ടോ. നമ്മുടെ എതിലിൻ കുറേ നാൾ കൂടി നാട്ടിലെത്തിയതുകൊണ്ട്
ഒടുക്കത്ത സംസാരം വിശേഷം പറച്ചിലും. അങ്ങനെ അവസാനം ചെവി അടിച്ചു പോകുന്നു കണ്ടപ്പോൾ ഞാനും ജീന് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ ജീന അവൾക്ക് യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ടൊരു ക്ഷീണമായതുകൊണ്ട് ആൾ വന്നില്ല. പിന്നെ ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ അതിനാണ് ഇറങ്ങിയത് മെയിനായിട്ട്. ഈ സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. ഉണ്ടോ? അപ്പോൾ ഇപ്പോഴത്തെ ഒരു യൂഷ്വൽ ഹാങ് ഔട്ട് പ്ലേസ് ഇത്. ഞങ്ങളൊരു ചായയും കോഫിയും കുറച്ച് സ്നാക്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാം. ലേസ് ലോഡഡ് ചിക്കൻ. ഇതാരത്? നമ്മളിത് ഏതിതാ? മോമോസ്. അമ്മ കൊല്ലിനെ. യെസ് ബേബി. അടിപൊളി. കോഫി, മോമോസ്. അങ്ങനെ നമ്മൾ ഹോട്ട് ബൈറ്റ്സിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ലാമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് പോയത്. എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം കിച്ചൺ ഐറ്റംസൊക്കെ മാക്സിമം ഇവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ട്രിപ്പിലേക്ക് പോകാനുള്ള പരിപാടിയിലേക്കുള്ള കുറേ ഐറ്റംസ് വാങ്ങാനൊക്കെയാണ് വന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഐലൻഡ് ട്രിപ്പ് തന്നെയാണ്, വേറെ എങ്ങോട്ടൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോൾ ഇവിടെ വന്നിട്ട് മാക്സിമം കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാമെന്ന് വെച്ചു. പിന്നെ ചുമ്മാ കുറച്ച് കറങ്ങി കിട്ടും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രായമൊക്കെ ആയതുകൊണ്ടൊന്നും അറിയില്ല, കിച്ചൺ ഐറ്റംസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉമ്മക്ക് കുറേ നാളായിട്ട് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. പിന്നെയും ഒരു റൗണ്ട് അടിച്ചു, എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണുമെന്ന് നോക്കിയിട്ട്. കാരണം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണല്ലോ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ ഞാനും ജീനയും ഞങ്ങൾക്ക് വേറെ ഒരു പരിപാടി ഇല്ലയെന്ന് കണ്ടിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നോക്കിയത്. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നെ അതും മേടിച്ചു. കുറേ ന്യൂഡിൽസ് മേടിച്ചു. അങ്ങനെ എന്തായാലും അത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു വ്ളോഗ് വിശേഷങ്ങൾ. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാളത്തെ വ്ളോഗിൽ ഞാൻ പറയാം. എന്തായാലും ആ നെക്സ്റ്റ് വ്ളോഗും എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഞാൻ എന്തായാലും സൈൻ ഓഫ് ചെയ്യട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Till then, bye-bye and take care.